നമസ്കാരം. ഇന്ന് നാം കേരളത്തിൽ നാലമ്പലം യാത്ര എന്നൊരു പ്രത്യേക തീർത്ഥാടനത്തിന് പുറപ്പെടുന്നു. രാമായണത്തിലെ സഹോദരന്മാരിൽ ഒരാളായ ശ്രീരാമൻ, ശ്രീഭരതൻ, ശ്രീലക്ഷ്മണൻ, ശ്രീശത്രുഘ്നൻ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന 4 മഹത്തായ ക്ഷേത്രങ്ങൾ ഇവിടെ ഭക്തർ സന്ദർശിക്കുന്നു. ഇന്ത്യയിലുടനീളം എണ്ണമറ്റ ക്ഷേത്രങ്ങളിൽ ശ്രീരാമനെ ആരാധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കായി സമർപ്പിച്ച ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നത് ഒരു അപൂർവ അനുഗ്രഹമാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് 4 ഉണ്ട്. നാലമ്പലം സർക്യൂട്ടിൽ ഇനിപ്പറയുന്നവ ഉൾപ്പെടുന്നു: ശ്രീരാമക്ഷേത്രം, തൃപ്രയാർ തൃശൂർ ശ്രീ ഭരതക്ഷേത്രം, കൂടൽമാണിക്യം, ഇരിങ്ങാലക്കുട ശ്രീ ലക്ഷ്മണ ക്ഷേത്രം, തിരുമൂഴിക്കുളം, എറണാകുളം ശ്രീ ശത്രുഘ്ന ക്ഷേത്രം, പായമ്മൽ. തൃശൂർ കർക്കിടക മാസത്തിൽ തീർത്ഥാടനം പ്രത്യേകിച്ചും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. 4 ക്ഷേത്രങ്ങളും ഒരൊറ്റ ദിവസം സന്ദർശിക്കുന്നത് ഐക്യം, നീതി, ത്യാഗം, വിനയം എന്നിവയുടെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 4 സഹോദരന്മാരും പ്രതിനിധീകരിക്കുന്ന സദ്ഗുണങ്ങൾ. തീവ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രമാണ് ഞങ്ങളുടെ ആദ്യ സ്റ്റോപ്പ്. തൃപ്രയാരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ രാമന്റെ വിഗ്രഹത്തിന് ആകർഷകമായ ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ഇത് കൃഷ്ണൻ പോയ ശേഷം കടലിൽ മുക്കി. മത്സ്യത്തൊഴിലാളികൾ പിന്നീട് ഇത് കണ്ടെത്തി പ്രാദേശിക ഭരണാധികാരിക്ക് കൈമാറി. അദ്ദേഹം ഇത് ഇവിടെ സ്ഥാപിച്ചു. ചതുർഭുജ വിഷ്ണു രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശംഖ്, ഡിസ്കസ്, വില്ല്, മാല എന്നിവ പിടിച്ചിരിക്കുന്നു. ശിവന്റെയും ബ്രഹ്മാവിന്റെയും വശങ്ങളും തൃപ്രയരപ്പൻ ഉൾക്കൊള്ളുന്നു. ഇത് അദ്ദേഹത്തെ ത്രിമൂർത്തികളുടെ പ്രകടനമാക്കി മാറ്റുന്നു. ആറാട്ടുപുഴ പൂരം, ആനകളും പരമ്പരാഗത സംഗീതവുമുള്ള ഗംഭീരമായ ഏകാദശി ഘോഷയാത്ര എന്നിവയുൾപ്പെടെയുള്ള മഹത്തായ ഉത്സവങ്ങൾക്ക് ഈ ക്ഷേത്രം പ്രശസ്തമാണ്. അടുത്തതായി ശ്രീഭരതൻ മാത്രമായി സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമായ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം സന്ദർശിക്കുന്നു. നിസ്വാർത്ഥ ഭക്തിയുടെ പ്രതീകമായ ഭരതനായി പ്രധാന ദേവതയായ ചതുർബാഹു വിഷ്ണുവിനെ ഇവിടെ ആരാധിക്കുന്നു. ഈ ക്ഷേത്രത്തിന് ഈ പേരിന് പിന്നിൽ സവിശേഷമായ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ മാണിക്യം എന്നറിയപ്പെടുന്ന അപൂർവരത്നം വിഗ്രഹത്തിന്റെ നെറ്റിയിൽ ലയിച്ച് കൂടൽമാണിക്യം എന്ന പേരിലേക്ക് നയിച്ചു. വാസ്തുവിദ്യയിൽ ഈ ക്ഷേത്രം ഒരു അത്ഭുതമാണ്. വൃത്താകൃതിയിലുള്ള ചെമ്പ് മൂടിയ ശ്രീകോവിൽ, കൂറ്റൻ കവാടങ്ങൾ, പരമ്പരാഗത ക്ഷേത്ര കലകൾക്ക് പ്രശസ്തമായ കൂത്തമ്പലം. ഞങ്ങളുടെ 3ാമത്തെ സ്റ്റോപ്പ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ്. നമ്മാൾവാർ ആലപിച്ച 108 ദിവ്യദേശങ്ങളിൽ ഒന്ന്. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമന്റെ വനവാസകാലത്ത് ഭരതനുമായുള്ള തെറ്റിദ്ധാരണയ്ക്ക് പ്രായശ്ചിത്തം ചെയ്യാനാണ് ലക്ഷ്മണൻ ഇവിടെ വന്നത്. മഹാവിഷ്ണു ഹരിതമുനിക്ക് നൽകിയ തിരുമൂഴി അഥവാ വിശുദ്ധവചനങ്ങളിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത്. അവസാനം ഞങ്ങൾ പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലെത്തുന്നു. 4ൽ ഏറ്റവും ചെറുതും എന്നാൽ ആഴത്തിലുള്ള പവിത്രവുമാണ്. സുദർശന ചക്രത്തിന്റെ പുനർജന്മമായാണ് ശത്രുഘ്നനെ ഇവിടെ ആരാധിക്കുന്നത്. ഗ്രാനൈറ്റ് കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അപൂർവമായ ഒരു ദേവതയെ പ്രസരിപ്പിക്കുന്നു. നാലമ്പല യാത്ര ഒരു ക്ഷേത്ര സന്ദർശനം എന്നതിലുപരി രാമായണത്തിന്റെ മൂല്യങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ യാത്രയാണ്. ഇത് രാമന്റെ ഭക്തി, ഭരതന്റെ നിസ്വാർത്ഥത, ലക്ഷ്മണന്റെ വിശ്വസ്തത, ശത്രുഘ്നന്റെ വിനയം എന്നിവ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ 4 ക്ഷേത്രങ്ങളുടെയും കൂടുതൽ വിശദാംശങ്ങൾക്ക് എന്റെ ബ്ലോഗ് കാണുക. വെബ് ലിങ്ക് വിവരണത്തിലാണ്. ജയ് ശ്രീരാം.